Hi, hello and welcome back to our channel My Cooking Stories. അപ്പോൾ ഇന്ന് നമുക്ക് ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. കണ്ണൂർ ഭാഗത്തൊക്കെ വളരെ കോമൺ ആയിട്ട് ഉണ്ടാക്കുന്ന കൽമാസിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ മസാലയാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ്റെ ഫില്ലിംഗ് ആണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പം ആദ്യം കുറച്ച് പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് 2 ചെറിയ സവോള ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളകും ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഈ സവോള പെട്ടെന്നൊന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. അടുത്ത് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും അതുപോലെ കുറച്ച് ഗരം മസാലപ്പൊടിയും. ഞാനിപ്പോൾ ഇവിടെ കശ്മീരി മുളക് പൊടിയാണ് ഇട്ടത്. അപ്പം നിങ്ങൾക്ക് എരിവ് കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ മുളക് പൊടിയും കൂടി ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം. ആ പൊടികളുടെയൊക്കെ ഒരു റോ സ്മെല്ല് പോയതിന് ശേഷം ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 250 ഗ്രാംസ് ചിക്കന് കുറച്ച് ഉപ്പും കുരുമുളകും മാത്രം ഇട്ട് വേവിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഷ്രെഡ് ചെയ്താണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചിക്കന് പകരം ഏതൊരു ഫില്ലിങ്ങും വേണമെങ്കിൽ ഉണ്ടാക്കാം. ഇപ്പം ബീഫാണെങ്കിലും അല്ലെങ്കിൽ മുട്ട വെച്ചിട്ടോ അല്ലെങ്കിൽ മീൻ വെച്ചിട്ടോ വേണമെങ്കിൽ ഈ ഒരു ഫില്ലിങ് ഉണ്ടാക്കാം. അപ്പോൾ അടുത്ത നമുക്ക് ഇതിൻ്റെ മാവ് കുഴച്ചെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് അരിപ്പൊടി വെച്ചിട്ടാണ് ഈ ഒരു മാവ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 2 കപ്പ് വെള്ളമാണ് ഞാനിവിടെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് ഓയിലും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ ചൂടോടെ തന്നെ നമുക്ക് നന്നായിട്ടൊന്നിങ്ങനെ കുഴയ്ക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഇത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ചൂടാവുമ്പോൾ നമുക്കിത് കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതിലേക്ക് നമുക്കൊരു തേങ്ങയുടെ മിക്സും കൂടി ആഡ് ചെയ്യാനുണ്ട്. ഞാൻ 1/2 കപ്പ് തേങ്ങ, അതുപോലെ 3-4 ചെറിയ ഉള്ളി, പിന്നെ കുറച്ച് ചെറിയ ജീരകവും കുറച്ച് വലിയ ജീരകവും. അപ്പോൾ ഇത്രയും നമുക്ക് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തത് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിത് കുഴച്ചെടുക്കാം. അപ്പോൾ നമുക്കിത് എത്രത്തോളം കുഴയ്ക്കുന്നു അപ്പം അത്രയും നമുക്ക് മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഞാനിവിടെ സൈഡിൽ കുറച്ച് പാത്രത്തിൽ പച്ചവെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ കൈ അതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ടാണ് ഇതിങ്ങനെ കുഴച്ചെടുക്കുന്നത്. ഞാൻ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സ്നാക്ക് ഇനി ഉണ്ടാക്കാം. അപ്പോൾ ഇതിന് വേണ്ടി നമുക്ക് ആവശ്യത്തിനുള്ള സൈസിലുള്ള ഒരു ചെറിയൊരു ബോൾ പോലെ എടുക്കാം. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒട്ടാതെ ഇങ്ങനെ നന്നായിട്ട് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഫില്ലിങ് വെച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതുപോലെ റോൾ ചെയ്തെടുക്കാം. ഞാനിവിടെ ഇതുപോലെ എല്ലാം റോൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിത് ഉണ്ടാക്കുന്നത് നമ്മൾ കല്ലുമ്മക്കായൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സിലാണ്. ആദ്യം നമ്മളിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കുന്നുണ്ട്, എന്നിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ
അപ്പോൾ ഞാനൊരു സ്റ്റീമറിലേക്ക് ഈ റോൾ ചെയ്ത് വെച്ച് എല്ലാ കൽമാസും വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു മാക്സിമം ഒരു 6 മിനിറ്റ് വരെ നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അത് സ്റ്റീം ആവുന്ന നേരം നമുക്ക് ഇതിന് ചെറിയൊരു മസാല കോട്ടിങ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് കറിവേപ്പില ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ഈ കറിവേപ്പില ഇട്ടാൽ. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ കളർ കണ്ടിട്ട് ഒന്നുമില്ല, ഇത് അധികം എരിവൊന്നും ഉണ്ടാവില്ല. അതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ചത് ഈ മസാല ഒന്ന് പേസ്റ്റ് പോലെ ആക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ്റെ സ്റ്റോക്കാണ് ഇട്ടത്. അപ്പോൾ നിങ്ങൾക്ക് ചിക്കൻ്റെ സ്റ്റോക്കിന് പകരം സാധാ വെള്ളം ഒഴിച്ചാലും മതി. അപ്പോൾ ഇതെല്ലാം നന്നായി സ്റ്റീമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുക്കാം. ഇപ്പോൾ ഇത് പൊരിച്ചെടുക്കാൻ നമുക്ക് ഡീപ്പ് ഫ്രൈങ്ങിൻ്റെ ആവശ്യമില്ല. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ഓരോ കൽമാസും ഈ ഒരു മസാലയിൽ ഇങ്ങനെ കോട്ട് ചെയ്തിട്ട് ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. നമ്മളിത് ഫ്രൈ ചെയ്യുമ്പം അതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്യാൻ. എന്നിട്ട് ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഇത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ കൽമാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു സ്നാക്ക് ട്രൈ ചെയ്യുക. നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്കാണിത്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇഫ്താറിനൊക്കെ പറ്റി നല്ല റെസിപ്പീസ് ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി ഓൺ ആക്കി വെക്കുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.